കണ്ണൂർ അഴീക്കോട് സ്വദേശിയായ +1 വിദ്യാർത്ഥി യദുകൃഷ്ണന് ജീവൻ നിലനിർത്താനായി നിങ്ങളുടെയെല്ലാം സഹായം ആവശ്യമാണ്. മത്സ്യത്തൊഴിലാളി കുടുംബാംഗമായ യദുകൃഷ്ണൻ ആഴ്ചയിൽ 3 തവണ ഡയാലിസിസ് നടത്തിയാണ് സ്വന്തം ജീവൻ നിലനിർത്തുന്നത്. ഞങ്ങളിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ അഴീക്കോട് പഞ്ചായത്തിൽ നീർക്കടവ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ എൻ്റെ കൂടെ ഇവിടെ ഉള്ളത് യദുകൃഷ്ണനാണ്. അഴീക്കോട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 പഠിക്കുന്ന യദു ഇപ്പോൾ വൃക്കരോഗം ബാധിച്ച് വളരെ വിഷമാവസ്ഥയിലാണുള്ളത്. ആഴ്ചയിൽ 3 തവണ ഡയാലിസിസ് ചെയ്താണ് ജീവൻ തന്നെ നിലനിർത്തി പോകുന്നത്. ഇപ്പം ഡോക്ടർമാരുടെ അഭിപ്രായം അനുസരിച്ച് എത്രയും പെട്ടെന്ന് തന്നെ യദുവിൻ്റെ കിഡ്നി മാറ്റിവെച്ച് കഴിഞ്ഞാൽ മാത്രമേ ജീവൻ നിലനിർത്താൻ കഴിയുമെന്നാണ് പറയുന്നത്. അപ്പം വളരെ പാവപ്പെട്ട ഒരു കുടുംബമാണ്. ഈ കുടുംബത്തിന് താങ്ങാവുന്നതിലും അധികമാണ് ഇതിൻ്റെ സാമ്പത്തിക ബാധ്യത എന്ന് പറയുന്നത്. ഏകദേശം 20 ലക്ഷം രൂപയോളമാണ് ഈ ചികിത്സക്ക് ചെലവ് കണക്കാക്കിയിരിക്കുന്നത്. അപ്പം ഇവർക്ക് ഒരു കാരണവശാലും ആ ഒരു പൈസ എന്നത് എത്തിപ്പിടിക്കാൻ പറ്റുന്നൊരു സംഗതിയല്ല. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും യദുവിൻ്റെ ചികിത്സയ്ക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം കൂടാതെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ യദുവിനെയും കുടുംബത്തെയും കൂടി ഉൾപ്പെടുത്തണമെന്നും അഭ്യർത്ഥിക്കുകയാണ്. എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ എല്ലാവരും എന്നെ സഹായിക്കണം. നമ്മുടെ ഒരു കുഞ്ഞനുജനായി, സുഹൃത്തായി, മകനായി കണ്ടുകൊണ്ട് യദുകൃഷ്ണയെ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം കഴിഞ്ഞു പോകുന്നത്. ഗ്രാമപഞ്ചായത്തിലെ നീർക്കടവിലുള്ള പടിഞ്ഞാറേപ്പുരയിൽ ബാബുവിൻ്റെയും നൈനയുടെയും മകൻ യദുകൃഷ്ണ അഴീക്കോട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 വിദ്യാർത്ഥിയാണ്. കഴിഞ്ഞ 3 വർഷമായി ശാരീരിക അസ്വസ്ഥതയുള്ള കുട്ടി കഴിഞ്ഞ 3 ആഴ്ച മുമ്പാണ് പരിയാരം മെഡിക്കൽ കോളേജിൽ ഒരു വിശദമായ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയനായത്. ആ മെഡിക്കൽ പരിശോധനയിലാണ് യദുകൃഷ്ണയുടെ 2 വൃക്കകളും പ്രവർത്തനരഹിതമാണ് എന്ന് ബോധ്യമാകും. പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഡയാലിസിസ് വിധേയനാകുകയും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്ക് കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കുകയാണ് ഉണ്ടായത്. അവിടെ നിന്നുള്ള ഡോക്ടർമാരുടെ വിദഗ്ധ നിർദ്ദേശം എത്രയും അടിയന്തരമായി 2 വൃക്കകളും മാറ്റിവെക്കുന്ന സ്ഥിതി ഉണ്ടാവണം എന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മത്സ്യത്തൊഴിലാളിയായ ഈ കുടുംബത്തെ രക്ഷിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ഒരു കമ്മിറ്റി രൂപീകരിക്കുകയുണ്ടായി. കണ്ണൂരിൻ്റെ MP കെ സുധാകരനും MLA KM ഷാജിയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KB സുമേഷും രക്ഷാധികാരി ആയിക്കൊണ്ടും അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C പ്രസന്നയും വൈസ് പ്രസിഡന്റ് A സുരേഷനും ചെയർമാൻമാരായിക്കൊണ്ടുള്ള കമ്മിറ്റി രൂപീകരിക്കുകയും അരേ സമാജത്തിൻ്റെ സെക്രട്ടറി പുഷ്കരൻ കൺവീനറായിക്കൊണ്ടും ഗ്രാമപഞ്ചായത്ത് അംഗം PA പത്മനാഭൻ ഗജാഞ്ചി ആയിക്കൊണ്ടുള്ള ഒരു കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. കുട്ടിയുടെ ജീവൻ രക്ഷിക്കുന്നതിനുള്ള പ്രവർത്തനത്തിൽ എല്ലാവരുടെയും സഹായങ്ങൾ ഞങ്ങൾ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. കൈവിടരുത് യദുവിനെ, കാരണം അവന് ചെയ്തു തീർക്കുവാൻ ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്തിൽ ബാക്കിയുണ്ട്. അഴീക്കോടുകാരനായ നമ്മുടെ സ്വന്തം സഹോദരനായി യദുകൃഷ്ണയെ കണ്ട് എല്ലാവരും അവരവരുടെ കഴിവിന് അതീതമായി എങ്ങനെയെങ്കിലും അവനെ ജീവിതത്തിലേക്ക് തിരിച്ചു വിളിക്കണമെന്ന് ഞാൻ അഴീക്കോടിൻ്റെ ഗ്രാമം ചാരിറ്റബിൾ ട്രസ്റ്റിന് വേണ്ടി വിനീതമായി അഭ്യർത്ഥിക്കുന്നു.